Hello friends, I am Maverick. Pluto, a science fiction fantasy comedy flick. Directed by Aditya Chandrasekhar, produced by Reshmi Ranju Rajakumar, writer and screenplay Niyaz Muhammad, music by Anand, editor Sanath Shivaraj. അഭിനയിച്ചിരിക്കുന്നവർ അൽതാഫ് സലീം, നീരജ് മാധവൻ, അജു വർഗീസ്, ആർഷ ചാന്ദിനി ബൈജു, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്റേഴ്സായ സുബിൻ ടാർസൻ, നിഹാൽ, അവരോടൊപ്പം നിംന ഫതുമി, ദിനേശ് പണിക്കർ, വിനീത് തട്ടിൽ. സോ അവിടുത്തെ മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എ റിയലി ഗ്രേറ്റ് മൂവി. ഐ എൻജോയ്ഡ് എ ലോട്ട്. ഒരു എന്താ പറയുക, റിയലി ഒരു ഫൺ റൈഡ് മൂവി, ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ഫൺ റൈഡ് മൂവി. ഇതിൻ്റെ ഏത് ആസ്പെക്ട് ആയിട്ടാലും സ്റ്റോറി ആവട്ടെ ഒരു പുതുമ ഉണ്ടായിരുന്നു, ഡിറക്ഷൻ നല്ല ഡിറക്ഷൻ ആയിരുന്നു, എഡിറ്റിംഗ് ഐ ഷുഡ് സേ നല്ല ഒരു എന്താ പറയുക ഒരു വെറൈറ്റി ടൈപ്പ് എഡിറ്റിംഗ് ആയിരുന്നു. ഇത് ബേസിക്കലി ഒരു കോമിക് ബുക്കിൻ്റെ ഒരു ടച്ച്, അതായത് ഇപ്പം ഇതിലെ പല ക്യാരക്ടേഴ്സും വില്ലൻ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കോമിക് ബുക്കിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത ക്യാരക്ടേഴ്സിനെ പോലെ ആയിരുന്നു. ഒരു കോമിക് ബുക്ക് സ്റ്റോറി ലൈവ് ആക്ഷനിലോട്ട്, ഒരു ഫാന്റസി സയൻസ് ഫിക്ഷൻ കോമിക് ബുക്ക് സ്റ്റോറി ലൈവ് ആക്ഷനിലോട്ട് കൊണ്ടുവന്ന എങ്ങനെ ഇരിക്കും ആ രീതിയിലായിരുന്നു എടുത്തിരുന്നത്. ഈവൻ പല സ്ഥലങ്ങളിലുള്ള എഡിറ്റിംഗ്, എനിക്കൊന്ന് ഇങ്ങനൊരു വെറൈറ്റി എഡിറ്റിംഗ് ഞാൻ കാണുന്നത് മുകുന്ദൻ അസോസിയേറ്റ്സിലും മോളിവുഡ് ടൈംസിലും ആയിരുന്നു. ഓഫ്കോഴ്സ് അഭിനവ് സുന്ദർ നായിക് ഹി വാസ് എഡിറ്റർ. അതിനുശേഷം എനിക്കൊന്ന് ഇതുപോലൊരു വെറൈറ്റി എഡിറ്റിംഗ് കാണുന്നത് ഈ പടത്തിലായിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് അവിടെ ഇവിടെ കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോയി. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഈ പടത്തിന് മീറ്റർ നല്ലപോലെ കയറി. എന്താ പറയുക, ആക്ഷൻ കോമഡി, അതും സ്ലാപ്സ്റ്റിക് കോമഡീസ്, പല എന്താ പറയുക കൗണ്ടറുകൾ, ചിലയിടങ്ങളിൽ ചെറിയ ചളി പോലെ കൊണ്ട്, പക്ഷെ അതുപോലെ നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാവുന്ന രീതിയിലായിരുന്നു. ഒരു കുട്ട് വെറുപ്പിച്ചില്ല. പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഓഫ് കോഴ്സ് ഒരു സ്ക്രിപ്റ്റ് അങ്ങനെ ഭയങ്കര അഭിനയ മുഹൂർത്തങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നില്ല. ബട്ട് എന്നാൽ പോലും ഇറ്റ്സ് എ കോമഡി മൂവി. സോ ഒബ്വിയസ്ലി കോമഡി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒട്ടും വെറുപ്പിക്കാത്ത രീതിയിൽ അത് അവതരിപ്പിക്കണം. അത് എല്ലാവരും നല്ല രീതിയിൽ 100% ഇതോടെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ മ്യൂസിക് അതിനകത്ത് കുറെ റാപ്പ് മ്യൂസിക് ഉണ്ടായിരുന്നു. മ്യൂസിക് അടിപൊളിയായിരുന്നു. നീരജ് മാധവൻ തന്നെ പാടി രണ്ട് റാപ്പ് സോങ്സ് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ചില ഡാൻസ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു പുള്ളിയുടെ. പിന്നെ അജു വർഗീസ്, പുള്ളി ഒരു നല്ല ക്യൂട്ട് ടൈപ്പ് വില്ലൻ ആയിരുന്നു. പഴയ നമ്മുടെ ടിപ്പിക്കൽ പഴയ പടങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വില്ലൻ, എന്നാൽ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ VFX മേക്കിംഗ് അതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. അത്യാവശ്യം നമുക്ക് ഒരു എന്താ പറയുക ഒട്ടും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യാത്ത രീതിയിലായിരുന്നു. പിന്നെ ഇതിനകത്തൊരു നീരജമാരുടെ അച്ഛൻ്റെ പണിക്കാരനായിട്ട് ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, ചെറിയൊരാൾ. പുള്ളി കിടലായിരുന്നു. ലാസ്റ്റൊക്കെ ചില കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ചില സിംഗിൾ ഷോട്ട്സ് ഉണ്ട്, അതായത് ലോങ് എന്താ പറയുക 3, 4, 5, 6 മിനിറ്റ്സ് ഒക്കെ വരുന്ന അത്രയും ലെങ്ത് ഒക്കെ വരുന്ന സിംഗിൾ ഷോട്ട്സ്. ആ സീൻസിൽ പോലും എന്താ പറയുക കോമഡീസും ഭയങ്കര കറക്റ്റ് ടൈമിങ്ങിൽ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈവൻ പ്രീ ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്, നിന്നവരും വന്നവരും പോയവരും എല്ലാവരും കൗണ്ടർ അടിക്കുന്ന സീൻ. ഇവിടെ ലാസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ക്യാരക്ടേഴ്സ് വന്ന് കൗണ്ടർ അടിക്കും. ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോയിൽ ചെയ്യിപ്പിക്കുന്നില്ല. നമുക്കറിയാം ഇവിടെ ഇതുപോലുള്ള സയൻസ് ഫിക്ഷൻ പടങ്ങൾ വളരെ വിരളമാണ്, എസ്പെഷ്യലി മോളിവുഡിൽ. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ സൂര്യയുടെ 24 വന്നിട്ടുണ്ട്, മാട്രാൻ വന്നിട്ടുണ്ട്, 7ാം അറിവ്, ഇന്ദ്രനേത്ര നാളെ, പിന്നെ കോയിമിൽഗ വന്നിട്ടുണ്ട് ജാദു ക്യാരക്ടർ വെച്ചിട്ട്. അതുപോലെ തന്നെ ഒരുപാട് വന്നിട്ടുണ്ട്. PK വന്നിട്ടുണ്ട്. PK ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഏലിയൻ ഇൻവേഷൻ പടം എന്നതിലുപരി അതൊരു സ്റ്റേറ്റ്മെന്റ് ഫിക്സ് ചെയ്യുന്ന ഒരു പടം, ഫിക്സ് ചെയ്ത ഒരു പടമായിരുന്നു. ബട്ട് വെൻ വി കം ടു പ്ലൂട്ടോ ഇറ്റ് ഈസ് മോർ ഓഫ് ആൻ എന്റർടൈൻമെന്റ് മൂവി, ഒരു പക്ക ഫൺ റൈഡ് മൂവിയാണ്. എനിക്കൊന്ന് ഇതിനു മുമ്പ് ഇതുപോലുള്ള പടങ്ങൾ, ഇപ്പം ഒരു ഏലിയൻ ഇൻവേഷൻ പടം എൻ്റെ ഒരു അറിവിൽ വരുന്നത് ഗഗനാചാരിയാണ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ മൂവി. ഒരു സ്ലോ പേസിലുള്ള പടമായിരുന്നു, ബട്ട് ഇറ്റ് വാസ് എ റിയലി ഗ്രേറ്റ് അറ്റംപ്റ്റ്. അത് അല്ലാതെ എനിക്ക് തോന്നുന്നു ഒരുപാട് എക്സ്പെരിമെന്റ് മൂവീസ് കണ്ടു വന്നിട്ടുണ്ട്. നസീറിന്റെ കാലത്തൊക്കെ വന്നിട്ടുണ്ട് ചില സയൻസ് ഫിക്ഷൻ പടങ്ങളും ചില എന്താ പറയാ മോൺസ്റ്റർ തീമിലുള്ള പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഇങ്ങനൊരു സയൻസ് ഫിക്ഷൻ പടം അല്ലെങ്കിൽ ഒരു ഏലിയൻ ഇൻവേഷൻ പടം ഗഗനാചാരി, അതിനുശേഷം പ്ലൂട്ടോ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു റീസെന്റ് ലാസ്റ്റ് ഇയറിലെ കണ്ട ലാസ്റ്റ് ഇയർ എനിക്ക് ദിസ് ഇയർ ആണെന്ന് തോന്നുന്നു ഇറങ്ങിയ മസ്തിഷ്ക മരണം. ഇറ്റ് വാസ് ഓൾസോ, എനിക്ക് അത് ഒരുപാട് കണക്ട് ആയില്ല, ബട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. ഇറ്റ് വാസ് ഓൾസോ സയൻസ് ഫിക്ഷൻ മൂവി. അപ്പൊ എനിക്ക് എത്ര പറയുള്ളൂ, സയൻസ് ഫിക്ഷൻ ഫാന്റസി അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, ഏലിയൻ ഇൻവേഷൻ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയി ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ട് പോയി കണ്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു പടമാണ്. ബട്ട് അതല്ല, ഇപ്പൊ ചില ആൾക്കാർക്ക് സയൻസ് ഫിക്ഷൻ ഫാന്റസി ഒന്നും അവർ കൂടുതലും പ്രിഫർ മോർ റിയലിസ്റ്റിക് മൂവീസ്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് ഐ ഡോണ്ട് സേ അത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് ഇഫ് യു ലൈക്ക് സയൻസ് ഫിക്ഷൻ മൂവീസ്, ഇഫ് യു ലൈക്ക് ഏലിയൻ ഇൻവേഷൻ, സച്ച് ടൈപ്പ് ഓഫ് മൂവീസ്,
ഇപ്പം എന്താ പറയുക, എക്സ്ട്രാ ടെറസ്ട്രിയൽ അതുപോലത്തുള്ള പടങ്ങൾ അതൊക്കെ അതൊക്കെ കണ്ടിട്ട് അതൊക്കെ ഇഷ്ടപ്പെട്ട പടങ്ങളാണെങ്കിൽ ഒബിയസ്ലി ഇറ്റ് ഇസ് എ ഗ്രേറ്റ് മൂവി, ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. സോ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ അബൌട്ട് പ്ലൂട്ടോ. പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് സെക്ഷനിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സീ യു, ടേക്ക് കെയർ.